പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. 100 ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്. പണം നഷ്ടമായ ധർമ്മരാജൻ RSS പ്രവർത്തകനെന്ന് പോലീസ്. ധർമ്മരാജന് പണം കൈമാറിയത് കോഴിക്കോട്ടെ യുവമോർച്ച നേതാവ് സുനിൽ നായിക്. സുനിലിന് BJP സംസ്ഥാന നേതാക്കളുമായി ഉച്ചബന്ധം. പണം നൽകിയതിന് രേഖകളുണ്ടെന്ന് സുനിൽ നായിക്കിന്റെ മൊഴി. ഒളിവിലായിരുന്ന ഒരാൾ കൂടി അറസ്റ്റിൽ. മെയ് 1 മുതൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് വാക്സിൻ വാങ്ങണമെന്ന് സർക്കാർ. ഇപ്പോൾ സ്വകാര്യ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള വാക്സിൻ ഏപ്രിൽ 30 മുൻപായി ഉപയോഗിക്കണം. വാക്സിൻ ബാക്കിയുണ്ടെങ്കിൽ മെയ് 1 മുതൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമായി 250 രൂപ നിരക്കിൽ നൽകണമെന്നും സർക്കാർ നിർദ്ദേശം. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധന. 3.25 ലക്ഷം പിന്നിട്ട് കേസുകൾ. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 3,79,257 പോസിറ്റീവ് കേസുകളും 3,645 മരണവും. മരണസംഖ്യ 3,000 കടക്കുന്നത് തുടർച്ചയായ 2ാം ദിവസം. രാജ്യത്ത് വാക്സിൻ ക്ഷാമം ഇല്ലെന്നാവർത്തിച്ച് കേന്ദ്ര സർക്കാർ. വിദേശ സഹായം സ്വീകരിക്കുന്നതിന് താൽക്കാലിക നയം മാറ്റത്തിനൊരുങ്ങി ഇന്ത്യ. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സഹായം സ്വീകരിക്കും. ചൈനയിൽ നിന്ന് മരുന്നും ഓക്സിജനും സ്വീകരിക്കാനും തീരുമാനം. ചികിത്സാ ഉപകരണങ്ങളുടെ ഇറക്കുമതി നയം ഉദാരമാക്കി കേന്ദ്ര സർക്കാർ. വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയത് 3 മാസത്തേക്ക്. 17 ചികിത്സാ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇളവ്. ഇന്ത്യക്കുള്ള അമേരിക്കയുടെ സഹായത്തിന്റെ ആദ്യ വിഹിതം ഇന്ന് പുറപ്പെടും. കാലിഫോർണിയയിൽ നിന്നെത്തുക ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിജൻ റെഗുലേറ്ററുകളും മരുന്നുകളും. തീവ്ര കോവിഡ് വ്യാപന ഭീതിയിൽ സംസ്ഥാനം. പ്രതിദിന കേസുകൾ 35,000 കടന്നതോടെ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് കർശന നിയന്ത്രണങ്ങൾ. പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന ജില്ലകളിൽ അതീവ ജാഗ്രത. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ മരണമടഞ്ഞ ആരോഗ്യ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം അനുവദിച്ചതായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. സംസ്ഥാനത്ത് 2ാം ഡോസ് വാക്സിൻ എടുക്കുന്നവരുടെ സ്പോട്ട് രജിസ്ട്രേഷൻ പുനരാരംഭിച്ചു. പുതിയ മാർഗരേഖയുമായി ആരോഗ്യവകുപ്പ്. 2ാം ഡോസ് എടുക്കാൻ വീണ്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ വേണ്ടെന്ന് നിർദ്ദേശം. ആദ്യ ഡോസ് സ്വീകരിച്ചവരുടെ പട്ടിക തയ്യാറാക്കി ക്രമീകരണം ഒരുക്കും. 3ാം ഘട്ട വാക്സിനേഷനായി ഇതുവരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 80 ലക്ഷം പേരെന്ന് ആരോഗ്യ മന്ത്രാലയം. ഓക്സിജൻ കരുതൽ ശേഖരം തീർന്നതിനെ തുടർന്ന് പത്തനംതിട്ടയിലുണ്ടായ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. ഓക്സിജൻ ക്ഷാമം താൽക്കാലികമായി പരിഹരിച്ചെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. ചെറുകിട വിതരണക്കാർക്ക് ലിക്വിഡ് ഓക്സിജൻ ലഭ്യത കുറഞ്ഞു. എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29.72%. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് 43,850 പോസിറ്റീവ് കേസുകൾ. ജില്ലയിലെ ICU ബെഡുകൾ നിറഞ്ഞു. പരിശോധന ശക്തമാക്കിയെന്ന് ആലുവ റൂറൽ SP. ഓക്സിജൻ വിതരണ വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി. കോവിഡ് വ്യാപിക്കുന്ന ഇടുക്കിയിലും ആശങ്ക. പോസിറ്റിവിറ്റി നിരക്ക് 22.78% ഉയർന്നു. അടിമാലി, വണ്ണപ്പുറം, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ തുടരുന്നു. കാസർഗോഡ് ജില്ലയിൽ ബാക്കിയുള്ളത് 16 ICU ബെഡുകൾ മാത്രം. ജില്ലയിൽ ആകെയുള്ളത് 74 ICU ബെഡുകൾ. 40 ICU ബെഡുകൾ കൂടി സജ്ജീകരിക്കാൻ ജില്ലാ ഭരണകൂടം. ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലും കുറവ്. സംസ്ഥാനത്ത് പൾസ് ഓക്സിമീറ്ററിന് ക്ഷാമം. മെഡിക്കൽ ഷോപ്പുകളിൽ ഓക്സിമീറ്റർ കിട്ടാനില്ല. ലഭിക്കുന്നത് ഗുണനിലവാരമില്ലാത്തവയെന്നും വൻ വിലയെന്നും പരാതി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന് അന്ത്യാഞ്ജലി. സംസ്കാരം അല്പസമയത്തിനകം എടക്കരയിൽ. വിടവാങ്ങിയത് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും വടക്കൻ കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ സാന്നിധ്യവും. നഷ്ടമായത് കഠിനാധ്വാനിയും സത്യസന്ധനുമായ നേതാവിനെയെന്ന് രാഹുൽ ഗാന്ധി. ആദർശബോധവും എളിമയുമുള്ള നേതാവെന്ന് പ്രതിപക്ഷ നേതാവ്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25% കടന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അടിയന്തര ലോക്ഡൌൺ വേണമെന്ന് സർക്കാർ ഡോക്ടേഴ്സ് സംഘടനയായ KGMOA. ജനിതകമാറ്റം വന്ന വൈറസ് വായുവിലൂടെ പടരുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് മുന്നറിയിപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കൂടുതൽ ആന്റിജൻ കിറ്റുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ആവശ്യം.
വോട്ടെടുപ്പ് ദിവസം സ്വന്തം വാഹനം ആക്രമിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ EMCC ഡയറക്ടർ ഷിജു വർഗീസിനെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഷിജു വർഗീസിനെ പോലീസ് പിടികൂടിയത് ഗോവയിൽ നിന്ന്. കേസിൽ വിവാദ ദല്ലാളിന്റെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതിയുടെ വിമർശനം. കുറ്റസമ്മതമൊഴിയല്ലാതെ പ്രതികൾക്കെതിരെ എന്ത് തെളിവുണ്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. 20 തവണ പ്രതികൾ സ്വർണം കടത്തിയതിന് തെളിവ് ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കോടതിയുടെ നിരീക്ഷണം. പരാമർശം 2 പ്രതികൾക്കും ജാമ്യം അനുവദിച്ച ഉത്തരവിൽ അപ്പീൽ നൽകുമെന്ന് ഇഡി. വോട്ടെണ്ണാൻ ഇനി 3 നാൾ. ഉറച്ച വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ഭരണ തുടർച്ചയെന്ന് ആവർത്തിച്ച് LDF. ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് UDF. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകടനമുണ്ടാകുമെന്ന് NDA. വോട്ടെണ്ണൽ ദിനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിക്കും ഏജന്റിനും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. വാക്സിനോ കോവിഡ് സർട്ടിഫിക്കറ്റോ ഇല്ലാതെ വോട്ടെണ്ണലിന് ഹാജരാകാൻ പാടില്ല. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് കൂട്ടം ചേരുന്നതിനും വിലക്ക്. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 8ാം ഘട്ടത്തിൽ ഉച്ചവരെ മികച്ച പോളിംഗ്. വിധിയെഴുതുന്നത് 4 ജില്ലകളിലെ 35 മണ്ഡലങ്ങൾ. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ട് രാജ്യം. വ്യാജ RT-PCR സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച അതിഥി തൊഴിലാളി കൊച്ചിയിൽ പിടിയിൽ. അറസ്റ്റായത് ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് സ്ഥാപനം നടത്തിവന്ന ബംഗാൾ സ്വദേശി സജിത് മൊണ്ടൽ. പണമിടപാട് രേഖകളും നിരവധി ആധാർ കാർഡുകളും പിടികൂടി. കോവിഡ് വ്യാപനം മുതലെടുത്ത് RT-PCR ടെസ്റ്റിന് സ്വകാര്യ ലാബുകൾ ഈടാക്കുന്നത് 2 ഇരട്ടിയിലധികം തുകയെന്നതിന്റെ രേഖകൾ പുറത്ത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ RT-PCR ടെസ്റ്റിന് സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകിയത് 448 രൂപയ്ക്ക്. 1700 രൂപ വാങ്ങുന്നത് 600 രൂപയിൽ താഴെ നിരക്കിൽ RT-PCR ടെസ്റ്റ് നടത്താൻ കഴിയുമെന്നിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരായ ഇടതുമുന്നണിയുടെ സമരത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് തൃപ്പൂണിത്തുറ ബറ്റാലിയൻ KAP-1 ഡെപ്യൂട്ടി കമാൻഡന്റ് AC അരവിന്ദൻ. DGPക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി മുൻ പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ. ശ്രീകാര്യത്ത് കൊലക്കേസ് പ്രതിയുടെ കാൽ വെട്ടിമാറ്റിയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് ശ്രീകാര്യം സ്വദേശികൾ. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പോലീസ്. വെട്ടേറ്റ B തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. ഗുരുവായൂർ പുനലൂർ പാസഞ്ചർ ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി ബാബുക്കുട്ടനായി തെരച്ചിൽ ഊർജിതം. പ്രതി എത്താൻ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. പരിക്കേറ്റ യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് R ബാലകൃഷ്ണപിള്ളയുടെ നില അതീവ ഗുരുതരം. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4430 രൂപയായി. 1 പവൻ ഇന്നത്തെ വില 35,440 രൂപ. ദേശീയവാർത്ത. റിസൈൻ മോഡി എന്ന ഹാഷ്ടാഗ് പോസ്റ്റ് ഷെയർ ചെയ്ത അക്കൗണ്ട് മരവിപ്പിച്ച സംഭവം അറിയാതെ എന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക്. വിശദീകരണം കോവിഡ് പ്രതിസന്ധിക്കിടെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്ക് വിലക്കുന്നുവെന്ന് ആരോപണം നിലനിൽക്കെ മഹാരാഷ്ട്രയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വരുന്ന 4 ദിവസത്തിനുള്ളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മറാത്വാഡ, മധ്യ മഹാരാഷ്ട്ര, വിദർഭ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട്. കോവിഡ് സാഹചര്യത്തിൽ ഡൽഹിയിലേക്ക് റഷ്യയിൽ നിന്ന് ഓക്സിജൻ എത്തി. 2 ഫ്ലൈറ്റുകളിലായി 20 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും 75 വെന്റിലേറ്ററുകളുമാണ് എത്തിയത്. ഡൽഹിയിൽ വരും ആഴ്ചകളിൽ കൂടുതൽ ഓക്സിജൻ കിടക്കകൾ എത്തുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇതിനുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ. പഞ്ചാബിലെ പട്യാല ജയിലിൽ നിന്ന് 3 തടവുകാർ ജയിൽ ചാടി. ജയിൽ ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കിയാണ് തടവുകാർ രക്ഷപ്പെട്ടത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നടൻ മൻസൂർ അലി ഖാന് പിഴ ശിക്ഷ. 2 ലക്ഷം രൂപ തമിഴ്നാട് ആരോഗ്യവകുപ്പിന് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി. നടൻ വിവേകിന്റെ മരണകാരണം കോവിഡ് വാക്സിൻ എടുത്തതിന് പിന്നാലെയെന്ന പരാമർശത്തിനെതിരെയാണ് നടപടി. ക്രിക്കറ്റ് താരം MS ധോണിയുടെ മാതാപിതാക്കൾ കോവിഡ് മുക്തരായി. റാഞ്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ആശുപത്രി വിട്ടു. ഏപ്രിൽ 20-നാണ് ധോണിയുടെ മാതാപിതാക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ കോവിഡ് സാഹചര്യത്തിൽ മാൽവിയ നഗർ ഹോസ്പിറ്റലിലേക്ക് സഹായവുമായി ഡൽഹി പോലീസ്. ആശുപത്രിയിലേക്ക് നൽകിയത് 35 ഓക്സിജൻ സിലിണ്ടറുകൾ. ആശുപത്രിയിലുള്ളത് കുട്ടികളും ഗർഭിണികളുമടക്കം കോവിഡ് ബാധിച്ച 71 പേർ. കർണാടകയിൽ കോവിഡ് സ്ഥിരീകരിച്ച 3000-ഓളം രോഗികളെക്കുറിച്ച് വിവരങ്ങളില്ലെന്ന് കർണാടക മന്ത്രി A അശോക്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ രോഗികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ബംഗളൂരുവിൽ മാത്രം ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയാത്തത് 3000-ഓളം പേരെ.
ഒഡീഷയിൽ വ്യവസായിയെ കബളിപ്പിച്ച് പണം തട്ടിയ 3 പോലീസ് ഉദ്യോഗസ്ഥരടക്കം 8 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 1 കോടി രൂപ കണ്ടെത്തി. അറസ്റ്റ് വ്യവസായി നൽകിയ പരാതി. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് കോവിഡ്. രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭാര്യയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ സ്വയം നിരീക്ഷണത്തിലായിരുന്നു. ബദ്രീനാഥ് ക്ഷേത്രം മെയ് 18 തുറക്കും. ക്ഷേത്ര പരിസരത്തെ മഞ്ഞ് നീക്കം ചെയ്തു. ക്ഷേത്രത്തിലെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ക്ഷേത്രമടച്ചത് നവംബറിൽ. കരസേനാ മേധാവി ജനറൽ എം നരവനെയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സൈന്യം സ്വീകരിച്ച നടപടികൾ കരസേനാ മേധാവി വിശദീകരിച്ചു. ഓക്സിജൻ ടാങ്കറുകൾ ഇറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ എല്ലാ സഹായവും സൈന്യം സ്വീകരിച്ചു വരുന്നതായും കരസേനാ മേധാവി. ഡൽഹി സെഗാൽ നിയോ ആശുപത്രിയിൽ ഓക്സിജൻ പ്രതിസന്ധി. ബാക്കിയുള്ളത് 1 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ. ആശുപത്രിയിലുള്ളത് ഓക്സിജൻ ആവശ്യമായ 70 കോവിഡ് ബാധിതർ. ഉത്തർപ്രദേശിൽ നാളെ മുതൽ ലോക്ഡൌൺ. ഈ മാസം 30 മുതൽ 4 മെയ് വരെയാണ് നിയന്ത്രണം. തീരുമാനം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. പ്ലാസ്മ ദാനത്തിനായി ജീവൻ രക്ഷക് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച് ഡൽഹി പോലീസ്. 9 പേർക്ക് പദ്ധതി വഴി പ്ലാസ്മ ദാനം ചെയ്തു. ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതുവരെ 87 പ്ലാസ്മ ദാതാക്കൾ രജിസ്റ്റർ ചെയ്തെന്ന് ഡൽഹി പോലീസ്. പഞ്ചാബിൽ കോവിഡ് ബാധിതർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. ഒരുക്കിയിരിക്കുന്നത് 1 ലക്ഷം കിറ്റുകൾ. തീരുമാനം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. അസമിൽ വീണ്ടും ഭൂചലനം. സോണിത്പൂരിൽ രാത്രി 1:20 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. 6 തുടർചലനങ്ങളും അനുഭവപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്ര മാറ്റിവെച്ചു. തീരുമാനം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ 4 ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്ക് മാത്രം പ്രവേശനം. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 15,19,00,000 പിന്നിട്ടു. മരണം 31,63,027. 12,77,28,512 പേർക്ക് രോഗമുക്തി. 2022 3 ബില്യൺ കോവിഡ് വാക്സിൻ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന വാക്സിൻ നിർമ്മാതാക്കളായ മൊഡേണ. 2021 വാക്സിൻ ഉൽപ്പാദനം 800 മില്യൺ മുതൽ 1 ബില്യൺ വരെ ഉയർത്താൻ കഴിയുമെന്നും പ്രതീക്ഷ. നിർദ്ദിഷ്ട നികുതി പരിഷ്കരണത്തിന് എതിരെ കൊളംബിയയിൽ പ്രതിഷേധം. കോവിഡ് മഹാമാരി കാലത്തെ നടപടി രാജ്യത്തെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പ്രക്ഷോഭകർ. തുർക്കിയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കാൻ സാധ്യത. നടപടി രാജ്യത്ത് കോവിഡ് കണക്കുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. കോവിഡ് വ്യാപനം രൂക്ഷമായ ഇന്ത്യയെ സഹായിക്കുമെന്ന് ദക്ഷിണ കൊറിയ. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, പരിശോധനാ കിറ്റുകൾ, മറ്റ് മെഡിക്കൽ സഹായങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഇന്ത്യയിൽ നിന്ന് ദക്ഷിണ കൊറിയൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ വിമാന സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും ആരോഗ്യവകുപ്പ്. അടുത്ത മാസം 8 മുതൽ കഫേകളുടെയും റെസ്റ്റോറന്റുകളുടെയും പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് സെർബിയ. അനുമതി കോവിഡ് മാനദണ്ഡങ്ങളോടെ പ്രവർത്തിക്കാൻ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മാർച്ച് മാസത്തിൽ പൊതുപരിപാടികൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ചൈനയിലെ നഴ്സറിയിൽ അക്രമി 2 കുട്ടികളെ കുത്തിക്കൊന്നു. 16 കുട്ടികൾക്ക് പരിക്ക്. ആക്രമണം ഗുവാങ്സി യുവാങ്ങിലെ ബെയ്ലിയു ടൗൺഷിപ്പിൽ. ചൈനയിൽ 2019 സെപ്റ്റംബറിലും സമാനമായ സംഭവം നടന്നിരുന്നു. അരാംകോയിൽ നിന്ന് ഓഹരി വാങ്ങാൻ തയ്യാറെടുത്ത് ചൈനീസ് നിക്ഷേപകർ. വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിക്ഷേപകരുമായി നടത്തിയെന്ന അരാംകോ. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര നിക്ഷേപകർക്കുൾപ്പെടെ കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുന്നതിനായി ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ പുറത്തിറക്കി ചൈന. പദ്ധതി ബഹിരാകാശത്ത് സ്ഥിരമായ ഒരു മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 2022 ബഹിരാകാശ നിലയം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നും ചൈന. US, ജപ്പാൻ, ദക്ഷിണ കൊറിയ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച അടുത്ത മാസം. G7 യോഗത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. അണ്വായുധ ശേഖരവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ രാജ്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യപ്പെടുമെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി. ശത്രുരാജ്യങ്ങളായ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ട്. വാർത്ത തള്ളാതെ ഇറാൻ. കൂടിക്കാഴ്ച നടന്നത് ഇറാഖിലെന്ന് സൂചന. വാർത്ത നിഷേധിച്ച് സൗദി അറേബ്യ. ആരോഗ്യ പ്രവർത്തകർക്കുള്ള ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ വിതരണം ദക്ഷിണാഫ്രിക്ക പുനരാരംഭിച്ചു. വാക്സിൻ സുരക്ഷിതമെന്ന് ക്യാബിനറ്റ് വിലയിരുത്തിയ ശേഷമാണ് വിതരണം ആരംഭിച്ചത്. 1.2 ദശലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരിലേക്ക് വാക്സിൻ ലഭ്യമാക്കാനാണ് നീക്കം. സ്പോർട്സ്.
IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 7 വിക്കറ്റ് ജയം. ഹൈദരാബാദ് ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം 9 പന്ത് ശേഷിക്ക് മറികടന്നു. ജയത്തോടെ 10 പോയിന്റുമായി സൂപ്പർ കിങ്സ് ലീഗിൽ ഒന്നാമത്. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം അല്പസമയത്തിനകം. രാത്രി 7:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ചാമ്പ്യൻസ് ലീഗ് ഒന്നാം പാദ സെമിയിൽ PSG തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി. വിജയം 1-നെതിരെ 2 ഗോളിന്. രണ്ടാം പാദ സെമി മെയ് 5-ന്. സ്പാനിഷ് ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് നിർണായക മത്സരം. ഗ്രാനഡയാണ് എതിരാളി. ജയിച്ചാൽ മെസ്സിക്കും സംഘത്തിനും ലീഗിൽ ഒന്നാമതെത്താം. മത്സരം രാത്രി 10:30. യൂറോപ്പ ലീഗ് ഒന്നാം പാദ സെമിയിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണൽ ടീമുകൾ കളത്തിൽ. യുണൈറ്റഡ് FC റോമയെ നേരിടും. വില്ലാറയിലാണ് ആഴ്സണലിന്റെ എതിരാളി. പാകിസ്ഥാൻ സിംബാബ്വെ ഒന്നാം ടെസ്റ്റിന് തുടക്കമായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 549 റൺസ് എടുത്തു. നോക്കാം ജില്ലാ വാർത്ത. കോവിഡ് വ്യാപനത്തിനിടെ വാഹന പരിശോധന ശക്തമാക്കി പോലീസ്. വ്യാപാര സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ വാക്സിനേഷന് മുൻപ് രക്തം നൽകാമെന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന സെക്രട്ടറി A റഹീം. 70ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. കൊല്ലം പത്തനാപുരത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന കർഷകൻ മരിച്ചു. കറവൂർ സ്വദേശി N ശിവാനന്ദനാണ് മരിച്ചത്. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊട്ടാരക്കരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. പരാതിയുമായി കൊട്ടാരക്കര സ്വദേശി അനീഷ് പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ടയിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കളക്ടറുടെയും SP-യുടെയും നേതൃത്വത്തിൽ പരിശോധന. തൊഴിലാളികൾക്ക് കൺട്രോൾ റൂം നമ്പറും കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങളും നൽകി. കോട്ടയം കരകച്ചാലിൽ യുവാവ് തലക്കടിയേറ്റ് മരിച്ച സംഭവം കൊലപാതകം. വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചെന്ന് പോലീസ്. സംഭവത്തിൽ ബസ് കണ്ടക്ടർമാരായ സുരീഷ്, വിഷ്ണു എന്നിവർ പിടിയിൽ. രാഹുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. ഇടുക്കിയിൽ നിയന്ത്രണം വിട്ട മിനിലോറി 40 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. അപകടം ആനച്ചാൽ ആലിൻ ചുവട്ടിൽ നിന്നും കുഞ്ഞിത്തണ്ണിക്കുള്ള റോഡിൽ ആദ്യ വളവിൽ. അപകടത്തിൽപ്പെട്ടത് തേങ്ങയുമായി പാലക്കാട് നിന്ന് വന്ന മിനിലോറി. നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി നമ്മുടെ പാറത്തോട് യുവജന കൂട്ടായ്മ. വീട് വെക്കാൻ 7 സെന്റ് സ്ഥലം വാങ്ങി നൽകി. സ്ഥലത്തിന്റെ ആധാരം കുടുംബത്തിന് കൈമാറി ഇടുക്കി ജില്ലാ കളക്ടർ H ദിനേശൻ. ഇടുക്കി റിസർവ് വനത്തിൽ ചെരിഞ്ഞ കാട്ടാനയുടെ കൊമ്പുകൾ കവർന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മാമലക്കണ്ടം സ്വദേശികളായ ബിജു, മോഹനൻ എന്നിവർ. ഇടുക്കി പാറത്തോട് വില്ലേജ് ഓഫീസറെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി NGO യൂണിയൻ. ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായതെന്ന് പരാതി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കൊച്ചി നഗരത്തിൽ നടപടി കടുപ്പിച്ചു പോലീസ്. പ്രോട്ടോകോൾ ലംഘനം നടത്തിയ 57 പേർക്കെതിരെ കേസ്. മാസ്ക് ധരിക്കാത്തതിനെ തുടർന്ന് പിഴ ഈടാക്കിയത് 917 പേരിൽ നിന്ന്. നഗരത്തിൽ പരിശോധന കൂടുതൽ കർശനമാക്കുമെന്ന് പോലീസ്. പാലക്കാട് തൃത്താല പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 12 വാർഡുകൾ തീവ്രബാധിത പ്രദേശങ്ങളുടെ പട്ടികയിൽ. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് പരിധിയിൽ CFLTC സംവിധാനം ഒരുക്കാനൊരുങ്ങി അധികൃതർ. പാലക്കാട് റെഡ് ഈസ്റ്റ് ബ്ലഡ് കേരള ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലീഡിംഗ് എക്സ്പ്രസിന് തുടക്കം. ജില്ലാ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിന് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് വിമൽ ആലത്തൂർ. NGO യൂണിയൻ സ്ഥാപക നേതാവ് E പത്മനാഭന്റെ ഭാര്യ രാജമ്മാൾ അന്തരിച്ചു. ബംഗളൂരുവിൽ വെച്ചായിരുന്നു അന്ത്യം. പാലക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CP പ്രമോദ് മകനാണ്. മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ വിവരശേഖരണത്തിനായി കൗണ്ടർ തുടങ്ങി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കും. പൊന്നാനി തൃശൂർ കോൾ സമഗ്ര വികസന പ്രവർത്തികളുടെ ഭാഗമായി നിർമ്മിക്കുന്ന എരമംഗലം അരോടി പാലക്കത്താഴം ബണ്ട് ഇടിഞ്ഞു താഴ്ന്നു. കൃഷി പുനരാരംഭിക്കാൻ ബണ്ട് നിർമ്മാണം ആരംഭിച്ചത് ഒരാഴ്ച മുൻപ്. മലപ്പുറം തിരൂർ താഴെപ്പാലത്ത് പുലിയെ കണ്ടതായ വ്യൂഹം. MBS സ്കൂളിന് സമീപത്തെ വീടുകളുടെ പരിസരത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ. കോഴിക്കോട് ജില്ലയിൽ മെഗാ രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. വിവിധ ആശുപത്രികളിൽ പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഓക്സിജൻ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടികളുമായി വയനാട് ജില്ലാ ഭരണകൂടം. പാലക്കാട് നിന്ന് 1.5 ലക്ഷം ലിറ്റർ ലിക്വിഫൈഡ് ഓക്സിജൻ ടാങ്ക് വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ എടവക പഞ്ചായത്തിൽ ജനതാ കർഫ്യൂ. ഇന്നു മുതൽ 10 ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് പഞ്ചായത്ത് തല യോഗത്തിലെ തീരുമാനം. നിയന്ത്രണം രാവിലെ 6 മുതൽ.
കണ്ണൂരിൽ കോവിഡ് ബാധിതൻ തൂങ്ങി മരിച്ച നിലയിൽ കിഴുന്ന സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ നായിക്കാലിപ്പുഴയിൽ യുവതി മുങ്ങി മരിച്ചു. പാളാട്ട് സ്വദേശി അമൃതയാണ് മരിച്ചത്. അപകടം പുഴയിൽ വീണ അയൽവാസിയായ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ. മയിൽ ടൗണിൽ വാഹനമിടിച്ച് റിട്ടയർഡ് അധ്യാപകൻ മരിച്ച കേസിൽ വാഹനം ഓടിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് കാസർഗോഡ് സ്വദേശി മൊയ്തീൻ കുഞ്ഞി. ഒളിപ്പിച്ച നിലയിൽ കാറും കണ്ടെത്തി. കാസർഗോഡ് ആരിക്കാട് ശിറിയാക്കടപ്പുറത്ത് പുലിമുട്ട് നിർമ്മിക്കാൻ ഭരണാനുമതി. നിർമ്മാണം 24.30 കോടി രൂപ ചെലവിൽ. കണ്ടൽക്കാട് സംരക്ഷണവും പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രിയിലേക്ക് മംഗളൂരുവിൽ നിന്ന് ഓക്സിജൻ എത്തിച്ചു. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. 100 സി ടൈപ്പ് ബൾക്ക് ഓക്സിജൻ സിലിണ്ടറുകളാണ് എത്തിച്ചത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തുന്ന പരാതിയിൽ 3 പേർക്കെതിരെ കേസ്. 22 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. തട്ടിപ്പ് നടന്നത് ഫെഡറൽ ബാങ്ക് ഉപ്പള ശാഖയിൽ. ഹോളിവുഡ് ആക്ഷൻ ചിത്രം ദ മിസ്ഫിറ്റ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിയേഴ്സ് ബ്രോസ്നൻ, ഹമി ജബേർ, ഹെർമിയോൺ കോൺഫീഡ് എന്നിവരാണ് മുഖ്യവേഷങ്ങളിൽ എത്തുന്നത്. ചിത്രം ജൂൺ 11 തിയേറ്ററുകളിലെത്തും. അനന്തപുരി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പിന്നിൽ ഒരാൾ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. വിശ്വശില്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിനോദ് എസ് നായർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ പുതുമുഖങ്ങളായ സൽമാൻ, ആരാധ്യ സായ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മരണവീട്ടിൽ മാജിക് നടത്തിയ മതപണ്ഡിതൻ കുടുങ്ങിയെന്ന ക്യാപ്ഷനിൽ 24ന്റെ പേരിൽ വ്യാജ പ്രചാരണം. 24ലെ ഗുഡ് മോർണിംഗ് ഷോയിൽ വാർത്ത സംപ്രേഷണം ചെയ്തു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം. മറ്റൊരു വാർത്തയുടെ ഇൻട്രോ എഡിറ്റ് ചെയ്ത് ചേർത്താണ് വ്യാജ പ്രചാരണം. ഇത്തരത്തിലൊരു വാർത്ത 24 സംപ്രേഷണം ചെയ്തിട്ടില്ല. കോവിഡ് വാക്സിനേഷനായി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യാവുന്ന തരത്തിൽ വ്യാജ സന്ദേശം. 3 സ്റ്റെപ്പുകൾ സഹിതമാണ് സന്ദേശം പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വാക്സിനേഷന്റെ ഭാഗമായി വാട്സാപ്പിലൂടെ രജിസ്ട്രേഷൻ നടത്തുന്നില്ല. കോവിൻ പോർട്ടലിലൂടെയും ആരോഗ്യ സേതു ആപ്പിലൂടെയും മാത്രമേ നിലവിൽ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ആവി പിടിക്കുന്നത് കോവിഡ് പ്രതിരോധത്തിന് സഹായകരമാണെന്നറിയിച്ച് എയർ മാർഷൽ അശുതോഷ് ശർമ്മയുടെ പേരിൽ വ്യാജ പ്രചാരണം. എന്നാൽ ആവി പിടിക്കുന്നത് കൊണ്ട് മാത്രം വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഇതുവരെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല. പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യോമസേന തന്നെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് വ്യാപനം ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് എയർ മാർഷൽ അശുതോഷ് ശർമ്മയുടെ പേരിൽ വ്യാജ പ്രചരണം. ആവി കൊള്ളുന്നതിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാമെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. കോവിഡ് പ്രതിരോധത്തിനായി ആവി പിടിക്കുന്നത് ഫലപ്രദമാണെന്നും എങ്ങനെയാണ് ആവി പിടിക്കേണ്ടതെന്നും അടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മൂക്കിലൂടെയും വായിലൂടെയും ആവി ശ്വസിക്കുകയാണെങ്കിൽ കോവിഡിനെ കൊല്ലാൻ കഴിയുമെന്നും ഒരാഴ്ചത്തേക്ക് സ്റ്റീം ഡ്രൈവ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണെങ്കിൽ പകർച്ചവ്യാധി വളരെ വേഗം അവസാനിക്കുമെന്നും കുറിപ്പിൽ പറയുന്നു. എന്നാൽ ആവി പിടിക്കുന്നതുകൊണ്ട് മാത്രം വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഇതുവരെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല. പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യോമസേന തന്നെ ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടിയത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദ് നഗരത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്ക്. ആക്രമണമുണ്ടായത് KCB ജീവനക്കാർ സഞ്ചരിച്ച വാഹനത്തിനു നേരെ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കോവിഡ് മുക്തനായി ആശുപത്രി വിട്ടു. കഴിഞ്ഞ 10 ദിവസമായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു. ഏപ്രിൽ 19 കോവിഡ് ബാധയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. കോൺഗ്രസ് MP അതിരഞ്ജൻ ചൌധരി മുർഷിദാബാദിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. IPL-ൽ രാജസ്ഥാനെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മത്സരം അല്പസമയത്തിനകം ഡൽഹി. ചൈനയിൽ നിന്ന് കോവിഡ് വാക്സിനുമായുള്ള വിമാനം ഇസ്ലാമാബാദിലെത്തി. 3 ലക്ഷം ഡോസ് വാക്സിനുകളാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനത്തിൽ എത്തിച്ചത്. ന്യൂസ് പൂർത്തിയാകുന്നു.